പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 1 പത്രോസ് 2:21 നമുക്ക് ധ്യാനിക്കാം. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. ഫ്രാൻസിനെ ശത്രുകരങ്ങളിൽ നിന്നും രക്ഷിച്ച ജോവാൻ ഓഫ് ആർക്കിനെ നാം അറിയും. ഒരു സാധാരണ ഗ്രാമീണ ബാലികയായിരുന്നു ജോവാൻ. സ്കൂൾ വിദ്യാഭ്യാസം പോലും അവൾക്ക് ലഭിച്ചില്ല. ഒരു രാത്രിയിൽ ജോവാനും കുടുംബാംഗങ്ങളും അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വാതിലിൽ മുട്ടുകേട്ടത്. പുറത്ത് ശക്തിയായി മഞ്ഞു പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വാതിൽ തുറന്നപ്പോൾ തണുത്ത കാറ്റ് മുറിക്കുള്ളിലേക്ക് പടർന്നു. വാതിലിൽ മുട്ടിയത് ഒരു വൃദ്ധ സ്ത്രീയായിരുന്നു. തണുത്ത കാറ്റേറ്റ് അവരുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. വരൂ, അകത്തേക്ക് വരൂ. ജോവാൻ ആ സ്ത്രീയുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറ്റി. ആരാ മോളെ അത്? അത്താഴം കഴിക്കുന്നതിനിടയിൽ അമ്മ വിളിച്ചു ചോദിച്ചു. ഒരു പാവം അമ്മൂമ്മയാണമ്മേ. ആ സ്ത്രീയും അവരോടൊപ്പം അത്താഴത്തിൽ പങ്കുചേർന്നു. ഈ രാത്രിയിൽ അമ്മൂമ്മയെ എവിടെ കിടത്തും? അത്താഴം കഴിഞ്ഞപ്പോൾ അമ്മ ജോവാനോട് രഹസ്യമായി തിരക്കി. അപ്പോഴാണ് ജോവാനും അതേക്കുറിച്ച് ചിന്തിക്കുന്നത്. വളരെ ചെറിയ വീടായിരുന്നു അവരുടേത്. ഒടുവിൽ ജോവാൻ പറഞ്ഞു, അമ്മേ, എന്റെ കിടക്കയിൽ ഈ അമ്മൂമ്മ കിടന്നോട്ടെ. ഞാൻ അടുക്കളയിൽ ഫയർപ്ലേസിനരികെ കിടന്നോളാം. അങ്ങനെ സ്വയം ത്യാഗം ചെയ്ത് വളർന്നു വന്ന ജോവാനാണ് പിൽക്കാലത്ത് ലോക പ്രശസ്തയായി തീർന്നത്. അതെ, കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചു, മാതൃക നൽകി. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ വേണ്ടി ത്യാഗമെടുക്കുന്ന ഒരു ജീവിതം, അതാണ് ക്രൈസ്തവ ജീവിതം. അതിനെല്ലാവർക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.